ഞാൻ 2-3 ചെറിയ ഇൻസിഡൻസ്, അനുഭവങ്ങൾ, പല തലങ്ങളിലുള്ളത്, അത് മാത്രം പറയും. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് റാന്നിയിൽ മാനസിക രോഗികൾക്ക് വേണ്ടിയുള്ള ഒരു സംരംഭത്തിൻ്റെ ഉദ്ഘാടനത്തിന് പരിപാടിക്ക് വേണ്ടി ഞാൻ പോവുകയായിരുന്നു. പോകുന്ന വഴിക്ക് റാന്നി എത്തി. ഒരു വശത്ത് കുന്നുപോലെ കൈതച്ചക്ക കൂട്ടിയിട്ടിരിക്കും. ആളുകളിൽ നിന്ന് വാങ്ങുന്നുണ്ട്, തൂക്കി കൊടുക്കുകയാണ്, വലിയ ത്രാസുകൾ വെച്ച് തൂക്കി കൊടുക്കും. അപ്പോൾ നഗരത്തിൽ നിന്ന് പോയ എനിക്ക് തോന്നി നാട്ടിൻപുറത്തെ കൈതച്ചക്കയാണ്, കുറേ വാങ്ങിക്കൊണ്ട് പോകാം, ലാഭത്തിന് കിട്ടും, നല്ലതായിരിക്കുമല്ലോ. സന്തോഷത്തോടെ കാറ് നിർത്തി അവിടെ ഇറങ്ങി. വേണം ഒരു പുതിയ കേരളം എന്നുള്ള ഒരു സ്വപ്നത്തെപ്പറ്റി ഞാൻ പറയുക. കൈതച്ചക്ക നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അതിൻ്റെ മുതലാളി, ആ എസ്റ്റേറ്റിൻ്റെ ഉടമ, കുറച്ചപ്പുറത്ത് നിന്നത് കണ്ട് ഓടിയെത്തി വലിയ വിനയഭാവത്തിലാണ്. 2 കൈയും കൂപ്പെടുത്ത് തൊഴുത്, അയ്യോ ഇതാരാ വന്നിരിക്കുന്നത്, ഞങ്ങളുടെ മണ്ണിലൊന്ന് ചവിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങറ്റത്തെ വിനയത്തോടെ എൻ്റെ സ്ഥലത്ത് വന്നല്ലോ, എൻ്റെ ഭാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞാണ് എന്നെ ഉപചരിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞ നിങ്ങളുടെ കൈതച്ചക്ക വാങ്ങാൻ വന്നതാണ്, കണ്ടപ്പോൾ സന്തോഷം തോന്നിയോണ്ട് ഇറങ്ങി എന്ന്. അപ്പോൾ എനിക്കൊരു കൂട്ടം പറയാനുണ്ട്, ഇത്തിരി ഇങ്ങോട്ട് നീങ്ങി നിൽക്കണേ. എന്നെ കൂട്ടത്തിൽ നിന്നൊരല്പം മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ഇത് അമ്മയ്ക്ക് തന്നാലേ എനിക്ക് പാവം കിട്ടും, ഇതപ്പടി വിഷമാണ്. അയ്യോ ഇത് വാങ്ങിക്കില്ലേ, അപ്പടി വിഷമാണ്, ഇത് അമ്മയ്ക്ക് തന്നാൽ പാപം കിട്ടും. ഒരു നിമിഷം ഞാനൊന്ന് പകച്ചു പോയി. ഞാൻ അയാളുടെ അത്ഭുതത്തോടെ അയാളുടെ മുഖത്ത് നോക്കുകയാണ്. അയാൾ പറഞ്ഞു, നിങ്ങളൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാണ്, പാവങ്ങൾക്ക് വേണ്ടിയൊക്കെ ഒരുപാടൊക്കെ ചെയ്യുന്നതെന്ന് കേട്ടിട്ടുണ്ട്, നിങ്ങൾക്കൊക്കെ ഇത് തന്നാലേ എനിക്ക് പാപം കിട്ടും, അതുകൊണ്ട് ഞാൻ വേറെ ചക്ക കൊണ്ടുതരാം. എൻ്റെ എസ്റ്റേറ്റിൽ ഒരു പാർട്ടുണ്ട്, ഒരു സ്ഥലത്ത് എനിക്ക് കുടുംബത്തിന് വേണ്ടിയും ബന്ധുക്കൾക്ക് വേണ്ടിയൊക്കെ കുറച്ച് ചക്ക നട്ട് വളർത്തിയിട്ടുണ്ട്. അതിൽ നിന്നൊരു 12 ചക്ക ഞാൻ ഇപ്പോൾ വെക്കാം, ഡിക്കി കൊണ്ട് വയ്ക്കാം, അമ്മയുടെ ഇന്ന് പൈസയൊന്നും ഞാൻ വാങ്ങിക്കില്ല. ഞാൻ ഒരു ടു ഷോക്ക് ടു ആൻസർ എന്ന് പറഞ്ഞ രീതിയിൽ നിന്നുപോയി. എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയാൻ ധൈര്യമുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ സന്ധ്യ കഴിഞ്ഞ് രാത്രിയായ എൻ്റെ ആരോഗ്യത്തെപ്പറ്റി നിങ്ങൾക്ക് ഉത്കണ്ഠ. ഞാൻ നിന്ന് ചക്ക തൂക്കി വാങ്ങിക്കൊണ്ട് പോകുന്ന തൊഴിലാളി സ്ത്രീകൾ, അവർക്ക് തിന്നാനല്ല കൊണ്ടുപോകുന്നു, അവർ ചക്ക കൊണ്ടുപോയി പൂളി അവരുടെ കുഞ്ഞുങ്ങളുടെ വായിൽ വെച്ച് കൊടുക്കുക. ഇത് പാപമല്ലേ? നിങ്ങളെന്താ ഈ പറയുന്നത്? അത് പാപമല്ലേ? എനിക്ക് ചക്ക തരാൻ വിസമ്മതിക്കുന്ന നിങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിൽ വിഷമമില്ലേ? അയാൾ ഒന്ന് പെട്ടെന്ന് മുഖഭാവം മാറി, ആ കപട വിനയവും വന്ദനവും ഒക്കെ മാറി. ഓ, വേദാന്തം പറഞ്ഞുകൊണ്ടിരുന്ന മുതലാകത്തില്ലേ എന്നൊരു വാചകം പറഞ്ഞു. ഇന്ന് നമ്മുടെ ഒരു അടിസ്ഥാന വാചകം അതാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ തത്വം പറഞ്ഞുകൊണ്ട് എന്താ മുതലാകത്തില്ലേ എന്ന് പറഞ്ഞു. നിങ്ങളുടെ ചക്ക എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോന്നു. ഉറക്കെ പറഞ്ഞിട്ട് വന്നു, ഇത് അപ്പടി വിഷമാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് വേണ്ട. അവിടെ നിന്നവർ കേട്ടു, ഞാൻ ഇറങ്ങിപ്പോരുകയെ.
ഒരായിരം കുഴപ്പങ്ങളിൽ മുഴുകി കലുഷമായി ദുർഗന്ധപൂരിതമായി. ഈ മാലിന്യം വെളിയിൽ മാത്രമല്ല, മലയാളിയുടെ മനസ്സിലും മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മലിനമായി, ദുർഗന്ധപൂരിതമായി, വിഷമയമായി, നിരാർദ്രമായി കിടക്കുന്ന ഒരു സമൂഹം. അതിലാണ് എന്തെങ്കിലും മാറ്റം വരുത്താൻ ഒക്കുമോ? ഒരു മഴ പെയ്യിക്കാൻ ഒക്കുമോ? ഒന്ന് ശുദ്ധീകരിക്കാൻ സാധിക്കുമോ? ഇത്തിരി ശക്തി പകർന്നു കൊടുക്കാൻ സാധിക്കുമോ? ഒരു പുതിയ ഊർജം നൽകാൻ സാധിക്കുമോ? കാരുണ്യം പകരാൻ സാധിക്കുമോ? സ്നേഹം പകരാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവർ കുറേ പേർ ഇറങ്ങിത്തിരിക്കുന്നത്.